നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ വർഷത്തെ PSCയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത്. ഒരുപാട് ലിസ്റ്റുകൾ, ഷോർട്ട് ലിസ്റ്റുകളും റാങ്ക് ലിസ്റ്റുകളും വരാനിരിക്കുന്നു. പുതിയ വിജ്ഞാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പലതിനും അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇനിയും കുറേ പരീക്ഷകൾ വരാനുണ്ട്. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമായി മാറും 2022 എന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രതീക്ഷ. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. ഈ വർഷം ആദ്യമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ടുകളാണ്. 2 ഘട്ടമായി നടന്ന പരീക്ഷയായിരുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വലച്ച പരീക്ഷ തന്നെയായിരുന്നു. 20 മാർക്കിൻ്റെ കണക്ക് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ 20-22 മാർക്കിനടുത്ത് വരുന്ന പ്രസ്താവന പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളും, ഇതോടൊപ്പം തന്നെ ഡിഗ്രിയുടെ ആയതുകൊണ്ട് കുറച്ചും കൂടി ടഫായിട്ടുള്ള ഉയർന്ന നിലവാരമുള്ള ചോദ്യങ്ങളും എല്ലാം കൂടി ഉദ്യോഗാർത്ഥികളെ നല്ല രീതിയിൽ വിഷമിപ്പിച്ച ഒരു പരീക്ഷയായിരുന്നു അത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള തസ്തികകൾ ഈ ഡിഗ്രി പ്രിലിംസിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ് ഈ വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് റിസൾട്ട്. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ആയി ഡിഗ്രി പ്രിലിംസ് റിസൾട്ട് വരും എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ പ്രതീക്ഷ. മെയ് ജൂൺ മാസങ്ങളിലായി ഇതിൻ്റെ മെയിൻ പരീക്ഷകൾ നടക്കാനും ഈ വർഷം അവസാനത്തോടു കൂടി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് തന്നെ പുറത്തു വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വർഷം വരാനുള്ള ആദ്യത്തെ മെയിൻ കാര്യം. അത് കഴിഞ്ഞ് +2 പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അതിൻ്റെ പരീക്ഷകൾ, +2 മെയിൻസ് പരീക്ഷകൾ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തുടങ്ങാനിരിക്കുകയാണ്. സിവിൽ പോലീസ് ഓഫീസർ, അത് പുരുഷ വനിതാ വിഭാഗങ്ങളുടെയും, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ ട്രെയിനി, ഫയർ വുമൺ ട്രെയിനി എന്നൊക്കെയുള്ള മികച്ച ശാരീരിക യോഗ്യതകളൊക്കെ ആവശ്യപ്പെടുന്ന തസ്തികകളുടെ മെയിൻ പരീക്ഷകളാണ് അടുത്ത 2 മാസങ്ങളായി നടക്കാനുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി റാങ്ക് ലിസ്റ്റ് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇതുവരെയുള്ള പ്രതീക്ഷ. അത് കഴിഞ്ഞ വർഷം 10th പ്രിലിംസ് നടന്നു. അതിൻ്റെ 10th മെയിൻ പരീക്ഷയും കഴിഞ്ഞു. പ്രധാനപ്പെട്ട തസ്തികകളായ LDC, LGS വിവിധ വിഭാഗങ്ങളിലേക്കുള്ളത്. അതുകൂടാതെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, ഫീൽഡ് വർക്കർ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ICDS സൂപ്പർവൈസർ, ബൈൻഡർ എന്നിങ്ങനെ തുടങ്ങിയ തസ്തികകളിലേക്കൊക്കെ മെയിൻ പരീക്ഷകൾ നടന്നു കഴിഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ വരും. അതിന് മുന്നോടിയായി മാർച്ച് മാസത്തോടു കൂടി ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ PSC പ്രസിദ്ധീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുവഴിയും കുറേ ആളുകൾക്ക് നിയമനം ലഭിക്കും. ഏതാണ്ട് 2 വർഷത്തോളമായി കോവിഡിൻ്റേതായിട്ടുള്ള ഒരു ലോകത്തായിരുന്നു നമ്മളുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും പരീക്ഷകൾ വൈകുന്നു, നിയമനങ്ങളുടെ എണ്ണം വല്ലാതെ കുറയുന്നു, വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ പലതും പരീക്ഷകൾ നടന്ന റിസൾട്ട് വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് ഏതാണ്ട് 2 വർഷത്തോളമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം ഇപ്പം നേരത്തെ പറഞ്ഞ 10th മെയിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി കുറച്ച് പേർക്കുള്ള ജോലി തീരുമാനമാകും എന്നുള്ള കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കോവിഡിൻ്റെ വ്യാപനം 3ാം തരംഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒമിക്രോണും ഡെൽറ്റയും ഒക്കെ ഇപ്പോഴത്തെ നമ്മുടെ സാധാരണ ജീവിതത്തെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുന്നു. ഇനി നിയന്ത്രണങ്ങൾ കൂടും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇതുകൂടാതെ 10th പ്രിലിംസ് പരീക്ഷകൾ, പുതിയതായിട്ടുള്ള 10th പ്രിലിംസ് പരീക്ഷകൾ ഈ വർഷം മെയ് മാസത്തിൽ നടക്കുമെന്നാണ് PSC ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. ഇതിലുൾപ്പെടുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷനിലേക്കുള്ള LDC, ഇത് 2ന് അപേക്ഷിക്കാനുള്ള തീയതി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കമ്പനി ബോർഡ് LGS, ഇത് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ മാസം 19 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ഇതുകൂടാതെ യൂണിവേഴ്സിറ്റി LGSും കൂടി ഇതിലുൾപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെയ് മാസത്തോടു കൂടി ഇതിൻ്റെ പരീക്ഷ ഉണ്ടാകുമെന്നാണ് ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ പരീക്ഷാ തീയതി പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി PSC ഏതാനും കാലങ്ങളായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ PSC പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ചില വിജ്ഞാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി LGS. ഈ യൂണിവേഴ്സിറ്റി LGS വിജ്ഞാപനം വൈകാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ യോഗ്യതയായി
PS മുമ്പിൽ ഉണ്ടായിരുന്നത് എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം, 7ാം ക്ലാസ് പാസ്സായിരിക്കണം, ഡിഗ്രി പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകളാണ്. ഇതിൽ ഡിഗ്രി പാടില്ല എന്നുള്ള നിബന്ധനയ്ക്ക് വലിയ തർക്കമൊന്നുമില്ല. പക്ഷേ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണമെന്നുള്ളതും 7ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നുള്ള യോഗ്യതകൾ പരസ്പരം ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ് PS കണ്ടെത്തൽ. അതിനെ തുടർന്ന് ആ ഒരു കാര്യത്തിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് PS ഗവൺമെൻറ്റിന് കത്തെഴുതിയിരുന്നു. ഏതാണ്ട് 1-2 വർഷത്തോളമായി ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകാതെ കിടക്കുകയാണ്. അപ്പോൾ അത് ഉടൻ തന്നെ തീരുമാനമായി ഈ 10th പ്രിലിംസ് തന്നെ യൂണിവേഴ്സിറ്റി LGS ഉൾപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ അവസാന ഘട്ടത്തോടടുത്ത് എത്തി നിൽക്കുന്നു എന്നാണ് അറിയാനും കഴിഞ്ഞത്. അതുകൂടാതെ മറ്റൊരു തസ്തികയായിരുന്നു അസിസ്റ്റൻ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഈ തസ്തികയിൽ അടിസ്ഥാന യോഗ്യതയ്ക്കൊപ്പം ഏതെങ്കിലും ഗവൺമെൻറ് അംഗീകൃത ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ 1 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം വേണം എന്നുള്ളതായിരുന്നു യോഗ്യത ഉണ്ടായിരുന്നത്. ഈ തസ്തികയുടെ യോഗ്യത ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പ്രവൃത്തി പരിചയ യോഗ്യത കേന്ദ്ര ഗവൺമെൻറ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആ ഒരു വിശദീകരണവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 372ഓളം ആളുകൾക്ക് നിയമനം ലഭിച്ച ഒരു ലിസ്റ്റാണ്. 300-ലധികം ആളുകൾ എന്തായാലും ഇപ്രാവശ്യം ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1.5 വർഷത്തോളമായി റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പുതിയ വിജ്ഞാപനവും ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ കേരള ബാങ്ക് പ്രാവർത്തികമായിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി. ഇതിൻ്റെ നിയമനങ്ങൾ ഇതുവരെ PSക്ക് വിട്ടതായിട്ടോ അതിനുവേണ്ട സ്പെഷ്യൽ റൂൾസ് രൂപീകരിച്ചതായിട്ടോ എവിടെയും പറയുന്നില്ല. PSക്ക് വിടാനുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കേരള ബാങ്കിലെ നിയമനങ്ങൾ PSക്ക് വിടുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം KASൻ്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ 2ാം വിജ്ഞാപനവും ഉടൻ തന്നെ വരും. PSC ഇതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സന്നദ്ധമാണ് എന്ന് ചെയർമാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വിജ്ഞാപനവും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് തസ്തികകളിലേക്ക് 2 വിജ്ഞാപനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത്. ഉയർന്ന ശമ്പള സ്കെയിലുള്ള ബോർഡുകളെ അല്ലെങ്കിൽ കോർപ്പറേഷനുകളെ ഒരു സെറ്റാക്കുകയും ശമ്പളം കുറവുള്ള ബോർഡുകളെയും കോർപ്പറേഷനുകളും മറ്റൊരു സെറ്റാക്കുകയും എന്നിട്ട് 2 നോട്ടിഫിക്കേഷനായി അപേക്ഷ ക്ഷണിക്കുകയുമാണ് മുമ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം ഉയർന്ന ശമ്പളമുള്ള തസ്തികയിൽ കൃത്യമായി നിയമനം നടക്കുകയും താഴ്ന്ന ശമ്പളമുള്ള തസ്തികയിൽ ഒരുപാട് NJD വരികയും കൃത്യമായിട്ടുള്ള ആളുകളില്ലാതെ ക്യാൻസൽ ആവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ തുടർന്ന് ആ താഴ്ന്ന ശമ്പളമുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഉയർന്ന യോഗ്യതയുള്ള KSFE, KSCB പോലെയുള്ള ഉയർന്ന ശമ്പളമുള്ള തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ആളുകളെ എടുക്കുന്ന ഒരു തസ്തികയും കൂടിയാണ് അത്. ഇതുകൂടാതെ സാങ്കേതിക യോഗ്യതകളിലും ചില പ്രധാനപ്പെട്ട തസ്തികകൾ പരീക്ഷകൾ നടക്കാനിരിക്കുന്നു. ട്രേഡ്സ്മാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ നിയമനത്തിനുള്ള അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. KSCB സബ് എഞ്ചിനീയർ വിജ്ഞാപനം ക്ഷണിച്ചിരുന്നു. അതിൻ്റെ അവസാന തീയതി കഴിഞ്ഞു. ഈ തസ്തികകളുടെയൊക്കെ പരീക്ഷയും അധികം വൈകാതെ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ PSCനെ സംബന്ധിച്ചോളം 2020 നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ പരീക്ഷ എഴുതി മെയിൻ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രിലിംസും മെയിൻസും എഴുതാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പേരുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നു. ഇതുകൂടാതെ പുതുതായി അപേക്ഷിച്ച് പ്രിലിംസൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ വിജ്ഞാപനം പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തസ്തികകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും 2022 ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.